നമസ്കാരം. എൻ്റെ പേര് അനു ജോസ് എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ കമുഞ്ചേരിക്കടുത്ത് ചിത്രപുരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഫാമിലിയായിട്ട് UK-യിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. ഞാൻ എൻ്റെ PG കാലഘട്ടം മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇൻഡോർ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന കോളേജിൽ എൻ്റെ 2 വർഷക്കാലം സോഷ്യൽ വർക്കിൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തമ്പുരാൻ ഇടയാക്കി. തുടർന്ന് നാട്ടിൽ വരികയും ജോലി നോക്കിയ സമയത്ത് മർത്തോമാ സഭയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായ കാർഡിൻ്റെ ലൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ചെങ്കോട്ട പ്രൊജക്റ്റ് മാനേജറായി വർക്ക് ചെയ്യാനായിട്ട് ദൈവം തമ്പുരാൻ ഇടയാക്കി. 2 വർഷക്കാലം ചെങ്കോട്ടയിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് സാധിച്ചു. വില്ലേജിലെ തീർത്തും സാധാരണക്കാരായ ഒരു സമൂഹത്തിൽ നിന്ന് അവിടുന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു 100ഓളം വരുന്ന സ്റ്റുഡൻസിന് അവർക്ക് വിദ്യാഭ്യാസവും അവർക്ക് വേണ്ടുന്ന മറ്റു കാര്യങ്ങളും കൃത്യമായി ചെയ്തു കൊടുക്കുവാനൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചു. ഒരു 2-2.5 വർഷക്കാലത്തോളം ചെങ്കോട്ടയുടെ പ്രദേശത്ത്, തമിഴ്നാട്ടിൽ ചെങ്കോട്ടയുടെ പ്രദേശത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. തുടർന്ന് ഞാൻ കല്യാണം കഴിക്കുകയും എൻ്റെ ഭാര്യയുടെ പേര് അപ്സ എന്നാണ്. ഞങ്ങൾ കല്യാണം കഴിച്ച് പിന്നീടാണ് UK-യുടെ പ്രദേശത്തേക്ക് ഞങ്ങൾ കുടുംബമായി അവിടെ സെറ്റിലാവുന്നത്. UK-യുടെ പ്രദേശത്ത് താമസിച്ച നാളുകളിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെയും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ പ്രവാസം എന്തെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ പ്രവാസത്തെ നമ്മൾ കാണുന്ന വ്യത്യസ്തമായ തലങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരുപക്ഷെ ഒരു സുഖമുള്ള വേദനയുടെ അനുഭവമാണ് പലപ്പോഴും പ്രവാസം. ഒരാൾ പോലും പ്രവാസത്തെ അത്രയധികം ഇഷ്ടപ്പെട്ട് പോകുന്നവർ വളരെ ചുരുക്കമാണ്. എന്നാൽ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങൾ, വ്യത്യസ്തമായ സാഹചര്യം കൊണ്ടൊക്കെ പ്രവാസിയായി മാറുന്ന അനേക മനുഷ്യരുടെ ചുറ്റുപാടുകളിൽ മനുഷ്യരുടെ ഇടയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ചിലവഴിക്കുന്നത്. എന്നാൽ പ്രവാസത്തിൻ്റെ ഓർമ്മകൾ വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് സ്വന്തമെന്ന് പറയുന്നവർ, നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞ് നമ്മൾ ചേർത്ത് നിർത്തുന്നവർ ഒക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരത്തായിരിക്കുമ്പോൾ, നമുക്കറിയാത്ത, പരിചയങ്ങളില്ലാത്ത, ബന്ധങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ദൈവിക കൃപ, ദൈവിക പദ്ധതി ഒക്കെ വളരെ വലുതാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ വളരെ സങ്കീർണത നിറഞ്ഞതായിരുന്നു. ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളിൽ തളർന്നു പോകുമ്പോൾ ആരാശ്രയമുണ്ടെന്ന് ചിന്തിച്ചപ്പോഴൊക്കെ കൂടെ നിന്ന ഒരു ദൈവിക കൃപയുണ്ട്. ഒരുപക്ഷെ നാട്ടിൽ ഈ വെക്കേഷൻ സമയം ചെലവഴിക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ തന്ന വലിയൊരു സന്തോഷമാണ് ഒരു കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവളുടെ ഡെലിവറി ടൈമിലൊക്കെ ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ വളരെ സങ്കീർണമായിരുന്നു. എന്നാൽ മറ്റൊരു പ്രദേശത്ത് അതിന് വേണ്ടുന്ന നമ്മൾ പോലും അറിയാത്ത, നമ്മൾ പോലും എത്തിപ്പെടാത്ത ഒരു സ്ഥലത്ത്, നമ്മൾ ആര് എന്ത് എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ടി തമ്പുരാൻ പലരെയും ഒരുക്കി നമ്മുടെ കൂടെ നിർത്തിയ കൃപകൾ വളരെ വലുതാണ്. UK-യുടെ പ്രദേശത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളാവുന്ന ഇടങ്ങൾ, യാത്രകൾ ഒക്കെ ഭാഗമായി പോകുമ്പോഴൊക്കെ തമ്പുരാൻ്റെ ഒരു കൃപ വളരെ വലുതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ തന്ന വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഒരു കുഞ്ഞ്. എന്നാൽ വൈഫിൻ്റെ ഡെലിവറി സമയത്തൊക്കെ ഞങ്ങൾ കടന്നുപോയ ചില പ്രയാസങ്ങൾ, വൈഷമ്യങ്ങളൊക്കെ ഉണ്ട്.
എന്നാൽ അവിടെയൊക്കെ ദൈവം തമ്പുരാൻ്റെ ഒരു വലിയ കൃപ അനുഭവിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ നാളുകളിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. തമ്പുരാൻ്റെ കൃപ വ്യത്യസ്തങ്ങളാകുന്ന ആളുകളിലൂടെ, വ്യത്യസ്തങ്ങളാവുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് ഇടയാക്കി. ഡെലിവറി ടൈമിൽ ഉണ്ടായ ഒരു ഇൻഫെക്ഷൻ തുടർന്ന് പുറത്ത് ഒരു രാജ്യത്ത് നമ്മളായിരിക്കുമ്പോൾ അവിടെ ഒരു ഡെലിവറി കഴിഞ്ഞ് ചുരുക്കം ചില ദിവസങ്ങൾക്കപ്പുറം നമ്മൾ മടങ്ങി വീട്ടിൽ വരും എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നപ്പോൾ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായിരുന്നു. ഒരു ഇൻഫെക്ഷൻ ഞങ്ങളെ 1 മാസത്തോളം ഹോസ്പിറ്റൽ ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അവിടെയൊക്കെ സ്വന്തമെന്ന് പറയാൻ ഒക്കെ പലപ്പോഴും നമ്മളെ ഒരുപാട് പേര് ഒരു വിളിപ്പാടകലെ ഓടിയെത്തും എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആരും ഒരു വിളിപ്പാടകലെ പലരും സഹായിക്കാനുണ്ടെങ്കിൽ പോലും എന്നാൽ നമ്മൾ കടന്നുപോയ സാഹചര്യം വളരെ വലുതായിരുന്നു, വളരെ സങ്കീർണമായിരുന്നു. എന്നാൽ അവിടെയൊക്കെയും നമുക്ക് വേണ്ടി ഓരോരുത്തരെയും ഒരുക്കുന്ന ദൈവിക കൃപ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞത് വളരെ വ്യത്യസ്തമായാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയാൻ അല്ലാത്ത ആളുകളിൽ നിന്നൊക്കെ ഓടി വരുവാൻ, ഒരുപക്ഷെ ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ കയ്യെത്തും ദൂരത്ത് ഞങ്ങളുടെ പേരൻസ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഞങ്ങളുടെ അടുത്തേക്കൊന്ന് വരുവാൻ സാധിക്കാതെയൊക്കെ പോയ സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ കൃത്യമായി കരുതിയ ദൈവിക പദ്ധതി വളരെ വലുതായിരുന്നു. അവിടെയൊക്കെ ഞങ്ങളോടൊപ്പം നിന്നവരെ ഈ സമയത്ത് ഓർക്കാൻ സാധിക്കുന്നത് പോലും ഈ ദൈവിക കൃപയാണ്. അതിലൊക്കെ ദൈവം തമ്പുരാൻ ഞങ്ങളെ നടത്തി ഇന്നോളം നിർത്തിയ ദൈവിക പദ്ധതി ഏറെ വലുതാണ്. വീഴുപോകാവുന്ന സാഹചര്യങ്ങളിൽ, തളർന്നു പോകാവുന്ന ഇടങ്ങളിൽ, നഷ്ടപ്പെട്ടു പോകാവുന്ന ജീവിതമൊക്കെ തിരികെ ഏൽപ്പിച്ച ദൈവിക കൃപ, അതിൻ്റെ ഭാഗമായി ഇന്നും നിലനിൽക്കാൻ സാധിക്കുന്നത് ദൈവത്തെ ഓർത്ത് ദൈവത്തെ സന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്നു വന്ന സാഹചര്യം അനുസരിച്ച് ആരാധനാ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ജീവിത രീതിയായിരുന്നു. നാട്ടിൽ ആയിരുന്നപ്പോൾ ഞാൻ ജനിച്ച് എന്നെ മാമോദിസ മുക്കി ഞാൻ വളർന്നു വന്ന കൊല്ലം ജില്ലയിലെ ആവണീശ്വരം ഇമ്മാനുവേൽ മാർത്തോമ ചർച്ച് എൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഇടവകയാണ്. തുടർന്ന് എൻ്റെ ഹയർ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇൻഡോറിലേക്ക് പോകുമ്പോൾ ഇൻഡോർ മാർത്തോമ ചർച്ചും എൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക ഭാഗമായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും ഇടവക ആരാധനയോട് ചേർന്നുള്ള ജീവിതങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാവുന്ന അനുഭവങ്ങൾ തന്ന സാഹചര്യങ്ങളാണ്. തുടർന്ന് എൻ്റെ ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ചെങ്കോട്ട കാട് ലൈറ്റ് ടു ലൈഫ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഒരു ചർച്ചിൻ്റെ ക്യാമ്പസിൽ തന്നെ താമസിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുമ്പോൾ ആ ഇടവക അനുഭവം തന്നതും വളരെ വിലപ്പെട്ടതായിരുന്നു. എന്നാൽ തുടർന്ന് ഒരു പ്രവാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ദേവാലയ അനുഭവങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദേവാലയ അനുഭവങ്ങളുടെയൊക്കെ അപ്പുറമായിരുന്നു ഒരു പ്രവാസ ജീവിതം. ഒരുപക്ഷെ അടുത്ത് ഒന്ന് ഓടിയെത്താൻ കയ്യെത്തും ദൂരത്ത് ഒരു ദേവാലയമില്ലാത്ത സാഹചര്യം. 2-2.5 മണിക്കൂറും ട്രാവൽ ചെയ്താണ് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഭാഗമായിരുന്ന മാർത്തോമ ഇടവകയിലേക്ക് പോകുന്നത്. എന്നാൽ മറ്റ് ഈ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നാട്ടിലുണ്ടെങ്കിലും നമ്മുടെ അടുത്തുണ്ടെങ്കിലും പലപ്പോഴും അവിടെ എത്താൻ സാധിക്കാതെ പോകുന്ന അനുഭവങ്ങൾ. ഞാൻ ആദ്യമായി ചെല്ലുമ്പോൾ പലപ്പോഴും അവിടുത്തെ ഇംഗ്ലീഷ് ചർച്ചുകളിലൊക്കെ ആരാധനയ്ക്കായി കൂടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ നമ്മൾ സ്ഥിരമായി സ്ഥിരമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ആരാധനയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം പലപ്പോഴും നേരിട്ടു. തുടർന്ന് വളരെ ദൂരങ്ങൾ താണ്ടിയാണെങ്കിൽ പോലും മാർത്തോമാ സഭയുടെ ആരാധനയുടെ ഭാഗമാകുവാൻ പലപ്പോഴും കൂടുതൽ സമയങ്ങളിലും ഞങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ഒരുപക്ഷെ ഒരു മുൻകാല നമ്മുടെയൊക്കെ അനുഭവങ്ങൾ പോലെ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ കടന്നുപോയ ദേവാലയങ്ങളൊക്കെ അടച്ചിട്ട് നമ്മൾ വീടുകൾ തന്നെ ദേവാലയങ്ങളാക്കിയ ഒരു അനുഭവങ്ങൾ പോലെ പലപ്പോഴും വീട് ഒരു ദേവാലയ അനുഭവമാക്കി മാറ്റുന്ന, വീട്ടിൽ തന്നെ ആരാധിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു ദൈവിക പദ്ധതി, ദൈവിക കൃപ വളരെ വലുതാണ്. നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് സാധിക്കുന്നിടത്തോളം ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ ഒക്കെ സാധിക്കുന്നത് വളരെ വലുതാണ്. അവിടെയും നമുക്ക് ഒരു ആരാധനാ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരു കൂട്ടായ്മ അനുഭവം പങ്കുവെക്കുന്ന ദേവാലയം, മറ്റു വ്യക്തികൾ, ഒരുപക്ഷെ ഒരുപാട് മലയാളി സമൂഹങ്ങൾ, അവർ പങ്കുവെക്കുന്ന സ്നേഹം, കരുതൽ ഒക്കെ വളരെ വലുതാണ്.
അതൊക്കെ ഈ നാളുകളിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന മധുരമുള്ള ഓർമ്മകൾ തന്നെയാണ്. ആരാധനാ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പലതും മിസ് ചെയ്യാറുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ നാം എങ്ങനെയായിരുന്നോ, നമ്മൾ എവിടെയായിരുന്നോ ആ സാഹചര്യവുമായി കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും പലതും നമുക്ക് നഷ്ടപ്പെട്ടില്ലേ എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ നമ്മൾ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിച്ച സാഹചര്യം, അതിൻ്റെ ഭാഗമായി മുമ്പോട്ട് പോയത് ഒക്കെ ഒരു പ്രവാസ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നഷ്ടമാവാറുണ്ട്. ഒരുപക്ഷെ കുറച്ചും കൂടെ ആഴമായി നമുക്ക് ഒരു ഇടവകയെ ആക്സസ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഇടങ്ങളിലൊക്കെ ഈ ദേവാലയ അനുഭവങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായി നമ്മെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ വേട്ടയാടാറുണ്ട്. കുറച്ചുകൂടെ സംഘടനാപരമായും ആത്മീയപരമായും അടുത്ത് നിൽക്കുവാൻ, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി തീരുവാനൊക്കെ സാധിക്കാതെ പോകുന്നത് പലപ്പോഴും പല പ്രയാസങ്ങളും ഉള്ളതായി മാറാറുണ്ട്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിലൊക്കെയും നമ്മൾ കഴിവതും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ദേവാലയവുമായും അതിലെ സംഘടനകളുമായും ഒക്കെ ബന്ധപ്പെടുവാൻ സാധിക്കുകയും അവരുമായിട്ടൊക്കെ ആഴമായ ബന്ധം പുലർത്തുകയും അതിൻ്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടുവാനൊക്കെ സാധിക്കുന്ന ദൈവിക കൃപയുണ്ട്. അപ്രകാരം നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ, ക്രൈസ്തവ മൂല്യം ഉയർത്തിക്കാട്ടുന്നവരായി ജീവിപ്പാനൊക്കെ സാധിക്കുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായി തന്നെ കരുതുന്നു. അപ്രകാരം ജീവിതത്തിൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ, മുന്നോട്ട് നയിക്കുവാൻ, മുന്നോട്ട് ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നാട് വിട്ടു പോകുമ്പോൾ പലപ്പോഴും നമ്മളെ വേട്ടയാടുന്നത് നാട്ടിൽ ബാക്കിയാകുന്ന ജീവിതങ്ങൾ തന്നെയാണ്. നമ്മൾ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അപ്രകാരം നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ നാട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊരു പ്രവാസം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഈ കാലങ്ങളിലൊക്കെ നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മൾ ഈ ക്രിസ്തു കേന്ദ്രിതമായി ജീവിക്കുമ്പോൾ, ഈ ക്രിസ്തുവിനെ കൂടുതലായി ആരാധിച്ച് ഈ ക്രിസ്തു നമ്മെ നടത്തുന്ന മുഖാന്തരങ്ങൾ ഉൾക്കൊണ്ട് ജീവിപ്പാനായിട്ട് കൂടി സാധിച്ചതാണ് കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും വലിയ ദൈവിക കൃപ. ആദ്യമായി പ്രവാസത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ചിലവഴിക്കുമ്പോൾ നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് ഒരു തൊഴിൽ. അത് കണ്ടെത്തുവാൻ, നമുക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനൊക്കെ വളരെ പ്രയാസമാണ്. എന്നാൽ അത്തരത്തിൽ തക്കതായ ഒരു തൊഴിൽ ലഭിക്കുമ്പോഴൊക്കെ തൊഴിലിടങ്ങളൊക്കെ പങ്കുവെക്കുന്ന വ്യത്യസ്തങ്ങളാകുന്ന അനുഭവങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത, ഇന്നോളം കടന്നു പോയിട്ടില്ലാത്ത വ്യത്യസ്തങ്ങളാകുന്ന തൊഴിൽ അനുഭവങ്ങളുണ്ട്, തൊഴിലിടങ്ങളിലെ അനുഭവങ്ങളുണ്ട്. അതിനെയൊക്കെ ഉൾക്കൊള്ളുവാൻ, ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ അതിനെയൊക്കെ തീർപ്പാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് ഈ ജീവിതം ഏറ്റവും ധന്യമുള്ളതാക്കി തീരുന്നത് എന്നതാണ് എൻ്റെ ഒരു ചിന്ത. അപ്രകാരം തൊഴിലിടങ്ങളിലെ സംഘർഷങ്ങൾ നിറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു തൊഴിൽ ലഭിക്കാനൊക്കെ ആയിട്ട് പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ, തുടർന്ന് ആ തൊഴിലിൻ്റെ ഭാഗമായി ഒക്കെ പല പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഈ ക്രിസ്തു കേന്ദ്രിതമായി ജീവിപ്പാൻ ഒരുപക്ഷെ തക്ക സമയത്ത് ബെറ്റർ ഓപ്ഷൻ നമുക്ക് വേണ്ടി ഈ തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള പ്രത്യാശയോടെയൊക്കെ ജീവിപ്പാൻ സാധിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാനവിടെ എത്തിയ നാളുകളിൽ ആദ്യമായി തൊഴിൽ അന്വേഷിച്ച് കുറേ സമയങ്ങളിൽ ചിലവഴിച്ചു. കുറേ നാളുകൾ വെയിറ്റ് ചെയ്തു. നമുക്ക് തക്കതായ ഒരു തൊഴിൽ ലഭിക്കേണ്ട ഒരു സമയമായപ്പോൾ തമ്പുരാൻ നമ്മുടെ ഉള്ളം കയ്യിലേക്ക് അത് വെച്ച് നീട്ടിത്തന്ന അനുഭവം. എന്നാൽ വളരെ സങ്കീർണത എന്ന് പറഞ്ഞ പല അനുഭവങ്ങളുമുണ്ട്. നമ്മൾ ചെയ്ത ഒരു ജോലി അതെന്തായിരുന്നു, അതുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ജോലി നമുക്ക് ഇനി എങ്ങനെ ലഭിക്കും, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ തൊഴിലിടത്തെ അന്വേഷണങ്ങൾ. എന്നാൽ നമുക്ക് പലപ്പോഴും പ്രവാസ ലോകത്ത് എങ്ങനെയാണ് തൊഴിൽ കിട്ടുന്നത്, അത് എന്തിൻ്റെ ക്രൈറ്റീരിയയിലാണ് എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ ലഭിക്കുന്ന തൊഴിലെ ഏത് മേഖലയായിരുന്നാലും അവിടെ നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് അതിനെ മധുരമുള്ളതാക്കി മാറ്റുന്നത്.
അപ്രകാരം എൻ്റെ ജീവിതത്തിൽ ഞാനായിരുന്ന ഇടത്ത് ഞാൻ പ്രവർത്തിപ്പാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയെ എൻ്റെ കയ്യിലേക്ക് തരുവാനൊക്കെയായി തമ്പുരാൻ ഇടയാക്കി. അതിനെ ഏറ്റവും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. പ്രവാസ ജീവിതത്തിലെ പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രവാസ ജീവിതത്തിൽ അല്ലെങ്കിൽ വിദേശത്ത് സാഹചര്യത്തിൽ അവിടെ ആരാധനാലയങ്ങൾക്ക് പങ്ക് വളരെ കുറവാണ് എന്ന്. ഒരുപക്ഷെ വിദേശത്ത് നമ്മളായിരിക്കുന്ന മേഖലകളിലൊക്കെ ആരാധനാ ജീവിതത്തിന് എത്രമാത്രം പങ്കുണ്ട് എന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരാധനാ ജീവിതത്തിന് എന്ത് പ്രാധാന്യം വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് എപ്രകാരം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ എൻ്റെ ജോലി മേഖലകളിലൊക്കെ ഞാൻ ആയിരിക്കുമ്പോൾ ഇപ്പോൾ ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കണം, അതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമാകണം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളിൽ അതിനെ ഉൾക്കൊണ്ട് അതിന് നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് തരുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെയുണ്ട്. നമ്മുടെ മേലുദ്യോഗസ്ഥർ അവർ അതിന് വേണ്ടുന്ന ക്രമീകരണം ചെയ്തു തരുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വലിയ ദൈവിക നടത്തിപ്പാണ്. ഇപ്രകാരം കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ഈ ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിച്ച് ഈ കാലങ്ങളിലും ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ദൈവിക പദ്ധതിയാണ്. കഴിഞ്ഞകാല ഓർമ്മകളിലൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്തയെ എങ്ങനെ മൗനമാക്കി തീർക്കുന്ന ഒന്നാണ് കോവിഡ് കാലഘട്ടം. കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ പഠനകാലങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ നോർത്തിൻ്റെ പ്രദേശത്ത് കടന്നുപോയത് വളരെ വ്യത്യസ്തങ്ങളാകുന്ന അനുഭവങ്ങളിലൂടെയാണ്. എന്നാൽ അവിടെയൊക്കെ തമ്പുരാൻ താങ്ങി നടത്തിയ കൃപകൾ വളരെ വ്യത്യസ്തമാണ്. ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിലൊക്കെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ട പോലെ ഉള്ള ജീവിതം, തുടർന്ന് കോവിഡ് ഒക്കെ കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഒക്കെ തീരുന്ന സമയത്ത് നാട്ടിലേക്ക് വരുന്ന അനുഭവം, ആരുമില്ലാതെ, ആരും നമ്മളെ ഒന്ന് സഹായിക്കാനില്ലാതെ നമ്മളെ കാണുമ്പോൾ ഓടി മാറുന്ന സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഒരു സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനൊക്കെ ആയിട്ട് ഇടയാക്കി. നാട്ടിലോട്ടൊക്കെ ആദ്യമായി വരുമ്പോൾ നമ്മൾ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവിടെ നമ്മളെ കാണുന്ന ഉദ്യോഗസ്ഥർ, പോലീസുകാർ നമ്മളെ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഞാനിപ്പോഴും പലപ്പോഴും ഓർക്കാറുണ്ട്. നമ്മളെ വലിയ ജയിലിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന പോലെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന് നമ്മുടെ മുമ്പിൽ ഒരു പോലീസുകാരൻ നടന്ന് നമ്മളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് അടുത്ത ട്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമാകുന്ന സങ്കീർണത നിറഞ്ഞ, ഓർക്കാൻ ഇന്നും മടിക്കുന്ന കോവിഡ് അനുഭവങ്ങൾ വളരെ പ്രയാസകരമായിരുന്നു. തുടർന്ന് നാട്ടിലൊക്കെ വന്ന് 28 ദിവസം ക്വാറൻറ്റൈൻ കഴിയുകയും, എന്നാൽ അവിടെയൊക്കെ പിന്നീട് ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന നന്മകൾ, നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ ഒക്കെ വലുതായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ സങ്കീർണതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, വീണുപോയ ഇടങ്ങളിൽ നിന്നൊക്കെ കാത്തു പരിപാലിച്ച ദൈവിക കൃപയാണ് ഈ കാലങ്ങളിലെ ഓർമ്മ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വൈഷമ്യങ്ങൾ നേരിടുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നിനക്ക് സാധിക്കും, ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത് എന്ന് പറയുന്ന ഒരു വലിയ ദൈവിക സാന്നിധ്യം നമ്മളോട് ഒപ്പമുണ്ട്. കേവലം ഭംഗിവാക്കുകൾ മാത്രമല്ല ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത് ജീവിതത്തിൻ്റെ അനുഭവം തന്നെയാണ്. ജീവിതത്തിൽ എന്ത് എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ താങ്ങി നടത്തിയ ദൈവിക കൃപ, താങ്ങി നടത്തുന്ന ദൈവിക കൃപ, ഇപ്പോഴും അനുഭവിക്കുന്ന ദൈവിക കൃപ, ഇതൊക്കെ വലുതാണ്. നമ്മുടെ ജീവിതത്തിലെ വൈഷമ്യങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. അത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സാധിക്കാതെ പോകുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ തന്നെ ജീവിതത്തിന് അന്ത്യം കുറിക്കുന്നത്. എന്നാൽ ഈ ദൈവിക കൃപ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. വൈഷമ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, വേദനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വൈഷമ്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നിടത്താണ് ഈ ക്രൈസ്തവ മൂല്യം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മുടെ ഏത് മേഖലയിലും ആയിക്കോട്ടെ. ഒരുപക്ഷെ പ്രവാസ ജീവിതത്തിനപ്പുറം നമ്മൾ മറ്റെവിടെയായിരുന്നാലും, നാട്ടിലായിരിക്കുമ്പോൾ പ്രവാസ ജീവിതത്തിൽ അതൊരു പക്ഷേ കുറേയും കൂടെ കഠിനമായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ആ സാഹചര്യങ്ങളിലൊക്കെ ഈ ദൈവിക കൃപ തിരിച്ചറിഞ്ഞ്, എന്നെപ്പറ്റിയുള്ള ദൈവിക ഉദ്ദേശം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നിടത്താണ്
ഈ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചവരായി തീരുന്നത്. ഈ ക്രിസ്തുവിന് എന്നെപ്പറ്റി വ്യത്യസ്തമായ പ്ലാനുണ്ട്, എന്നെപ്പറ്റി വ്യത്യസ്തങ്ങളാവുന്ന പദ്ധതികളുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാനിന്ന് എന്തായിരിക്കുന്നു, ഞാനിന്ന് എവിടെ ആയിരിക്കുന്നു, അത് എൻ്റെ തമ്പുരാൻ്റെ ഹിതമാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ പഠിച്ച കോഴ്സ്, ഞാൻ എൻ്റെ പഠന കാലഘട്ടങ്ങളിൽ ഓരോ വർഷം കഴിയുമ്പോൾ 10th കഴിയുമ്പോൾ +1 +2 കാലഘട്ടം, തുടർന്ന് എൻ്റെ ഡിഗ്രി കാലഘട്ടം, തുടർന്ന് എൻ്റെ PG കാലഘട്ടം, ഇതൊന്നും ഞാൻ ചിന്തിച്ചതോ ഞാൻ ആഗ്രഹിച്ചതിനോ ഒക്കെ ഒരുപാട് അപ്പുറമായിരുന്നു. എന്നാൽ അത് ദൈവിക പദ്ധതിയായിരുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എൻ്റെ ചിന്തയ്ക്കപ്പുറമായി ദൈവിക ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവിക പദ്ധതിക്ക് വളരെയധികം സ്ഥാനമുണ്ട്. അത് തിരിച്ചറിയുവാൻ നമ്മൾ സാധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും ഈ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം, ദൈവമേ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം പോലെ ജീവിപ്പാൻ, നിൻ്റെ ഹിതം പോലെ മുമ്പോട്ട് പോകാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അതെന്തോ ആയിക്കോട്ടെ, ജീവിതത്തിൻ്റെ ഏത് പ്രയാസങ്ങളോ ആയിക്കോട്ടെ, ഏത് വൈഷമ്യങ്ങളോ ആയിക്കോട്ടെ, ഇത് ദൈവഹിതത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു പദ്ധതിയുണ്ട് എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞ പോലെ പ്രവാസ ജീവിതം ഒരു സുഖമുള്ള നോവാണ്. ആ നോവ് പലപ്പോഴും സന്തോഷമാക്കി മാറ്റുന്നത് ഒരുപാട് വർഷങ്ങൾക്കപ്പുറമാകും. നമ്മൾ പ്രവാസം എന്ന് ചിന്തിക്കുമ്പോൾ ഈ കാലങ്ങളിലൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്ന അനേക മുഖങ്ങളുണ്ട്. ഒരുപക്ഷെ നാം ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ പ്രവാസികളില്ലാത്ത ഭവനങ്ങൾ വളരെ വിരളമാണ്. എന്നാൽ പ്രവാസി ആയിരിക്കുക എന്ന് പറയുമ്പോൾ, പ്രവാസത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ സമൂഹം പലപ്പോഴും ചാർത്തിത്തരുന്ന ഒരു ടാഗ് ലൈനുണ്ട്. അവൻ പ്രവാസത്തിലേക്ക് പോയി അവൻ അനുഭവിക്കുന്ന ഒരു സുഖകരമായ ജീവിതത്തെക്കുറിച്ചൊക്കെ സമൂഹം പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ഒരു പക്ഷമുണ്ട്, അതിന് ഒരു മറുപുറമുണ്ട് എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ ഭവനത്തിൽ, എൻ്റെ ഭവനത്തിൽ ഞാനും എൻ്റെ സഹോദരനും പ്രവാസ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ പ്രവാസത്തിന് നമ്മൾ കാണാത്ത പല മുഖങ്ങളുമുണ്ട്. ആ സങ്കീർണങ്ങളാകുന്ന അനുഭവങ്ങൾ, സങ്കീർണങ്ങളാകുന്ന അവസ്ഥകൾ താണ്ടിയാണ് ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന പലതും നമുക്ക് സ്വന്തമെന്ന് പറയാൻ നമ്മൾ ചേർത്ത് വെക്കുന്നത്. എന്നാൽ ഈ കാലങ്ങളിലൊക്കെ താങ്ങി നടത്തിയ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് അനുസൃതമായി മുമ്പോട്ട് പോകാൻ തുടർന്നും ഞങ്ങളെ ഈ ദൈവകരങ്ങൾ തമ്പുരാൻ സുഗമമായി കാത്തുപരിപാലിക്കുമെന്ന വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും, അത് നേട്ടങ്ങളായാലും അത് കോട്ടങ്ങളായാലും, അത് ഈ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. അതിന് ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ.